പിണറായി വിജയൻ അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം രാജിവെക്കും. അദ്ദേഹം നിയമസഭയിൽ ഒരു ചെറിയ പാർട്ടിയുടെ MLA ആയിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ ഒതുങ്ങിക്കൂടി അടുത്ത 5 വർഷക്കാലം സതീശൻ്റെയോ ചെന്നിത്തലയുടെയോ വേണുഗോപാലിൻ്റെയോ മന്ത്രിസഭയോട് ഏറ്റുമുട്ടാനുള്ള ആരോഗ്യം തനിക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. അതുകൊണ്ട് താൻ നിയമസഭാ അംഗത്വം ഒഴിയുകയാണ് എന്നുള്ള സൂചന അദ്ദേഹം അടുത്ത ചില വൃത്തങ്ങളിൽ കൈമാറി എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ ശരിയാണ്. കാരണം കഴിഞ്ഞ 10 വർഷം ചക്രവർത്തിയെപ്പോലെ ഈ കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും അടക്കി ഭരിച്ച് അഹന്തയുടെ ആൾരൂപമായി നടന്ന പിണറായി വിജയൻ ഇനി ഒരു പ്രതിപക്ഷ നേതാവായി അസംബ്ലിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ CPM-ൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം 1977 തെരഞ്ഞെടുപ്പിലാണ്. 68 സീറ്റുകളിലേക്ക് മത്സരിച്ച CPM-ന് 17 സീറ്റുകളാണ് ലഭിച്ചതെന്ന് കണക്കുകൾ കാണിക്കുന്നു. ഇപ്പോൾ കഷ്ടിച്ച് CPM 30 സീറ്റുകളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ കൂടാ, മിക്കവാറും കുറയാനാണ് സാധ്യത. CPM-നെ ഇത്ര വലിയ ദയനീയമായ പരാജയത്തിലേക്ക് തള്ളിവിട്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരുമല്ല. കാരണം അദ്ദേഹം ആദ്യം ചെയ്തത് പാർട്ടിയെ തൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവന്നു. VS അച്യുതാനന്ദനെ അങ്ങ് വെട്ടി നിരത്തി. സംസ്ഥാന സമ്മേളനത്തിൽ മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിന് പോകാൻ ട്രെയിൻ കയറി വന്ന VS പക്ഷക്കാരെ ഇടയ്ക്കുള്ള സ്റ്റേഷനിൽ ഇറക്കി കൂറു മാറ്റിച്ച് അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടാണ്. നമ്മുടെ ആനാവൂർ നാഗപ്പനൊക്കെ അങ്ങനെ ഇടയ്ക്ക് VS പക്ഷക്കാരനായി തിരുവനന്തപുരത്ത് പുറപ്പെടുകയും ഇടയ്ക്കിറങ്ങി മലപ്പുറത്ത് ചെല്ലുന്നതിന് മുമ്പ് പിണറായി പക്ഷക്കാരനായി മാറുകയും ചെയ്ത ആളാണ്. അങ്ങനെ ആദ്യം പാർട്ടി പിടിച്ചു, എന്നിട്ട് സംസ്ഥാനം പിടിച്ചു, 10 വർഷം ഭരിച്ചു. 10 വർഷം കൊണ്ട് പാർട്ടിയും മുടിച്ചു, സർക്കാരിൻ്റെയും മുടിച്ചു, കേരളത്തെയും മുടിപ്പിച്ചു. അങ്ങനെ പോയ പിണറായി വിജയന് ഇനി 100-ലേറെ സീറ്റുമായി ഈ കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസ്സുകാരെ പിണറായി വിജയൻ്റെ സർക്കാർ ദ്രോഹിച്ചതിന് കയ്യും കണക്കുമില്ല. പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി എടുത്ത് തലക്കിട്ടടിച്ചിട്ട് രക്ഷാപ്രവർത്തനമാണെന്നും രക്ഷാപ്രവർത്തനം ഞാൻ കണ്ടതാണെന്നും ഉളുപ്പില്ലാതെ പറഞ്ഞ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇയാളുടെ ബോഡി ഗാർഡുകളായ ഗുണ്ടകൾ ഇറങ്ങി വെറുതെ ഇരിക്കുന്ന മനുഷ്യരെ വലിയ പത്തൽ കൊണ്ടടിക്കുന്നു, കാറിനകത്തിരുന്ന് വഴിയെ പോകുന്ന മനുഷ്യരെ തല്ലുന്നു. ഇതിനൊക്കെ എണ്ണി UDF കണക്ക് ചോദിക്കുമായിരിക്കും. അതോ ഇനി സതീശനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായിട്ട് അത് ഒതുക്കുമോ എന്നറിയില്ല. അങ്ങനെ ഒരു അന്തർധാരയ്ക്ക് സാധ്യത ഉണ്ടാക്കിയാൽ പിണറായിയുടെ അവസ്ഥ കേരളത്തിലെ UDF മുഖ്യമന്ത്രിക്ക് വരും. എണ്ണി കണക്ക് ചോദിക്കണം. കണക്ക് ചോദിക്കാൻ മാത്രമുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ വല്ലാതെ അപമാനിക്കപ്പെട്ടു. കാരണം ആദ്യത്തെ 7 റൗണ്ട് വോട്ടെണ്ണുമ്പോൾ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ പിണറായി വിജയൻ വീണു. പിണറായി വീഴുന്നു, കേരള മുഖ്യമന്ത്രി പിന്നിലാണെന്നുള്ള വാർത്ത 2 മണിക്കൂറിലേറെയാണ് നാഷണൽ മീഡിയയിൽ ഓടിയത്. 10 വർഷക്കാലം ഇവിടെ ഭീകരവാഴ്ച നടത്തിയ ഈദി അമീനെ പോലെ മനുഷ്യമാംസം തിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭരിച്ച പിണറായിക്ക് ഇനി പ്രതിപക്ഷ നേതാവായി ഒരു MLA ആയി നിയമസഭയിൽ പോയിരിക്കാൻ പറ്റുമോ? അദ്ദേഹം രാജിവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന വാർത്ത ഒരുപക്ഷെ ശരിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജിവെക്കുമോ പിണറായി? അദ്ദേഹം നിയമസഭയിലേക്ക് ഇനി വരാൻ സാധ്യതയില്ല. കാരണം ഒന്ന്, പ്രായം അദ്ദേഹത്തിൻ്റെ വശത്തല്ല. മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലോ? ആയിരുന്നെങ്കിൽ വന്നേനെ, നടക്കാൻ ആളുണ്ടാവും. പക്ഷെ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം വരുന്നു തോന്നുന്നില്ല. അനാരോഗ്യവും പിന്നെ ആ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളോ മറ്റേ കംഫേർട്ട്സോ ഒന്നും പ്രതിപക്ഷ നേതാവിന് ലഭിക്കില്ല. അതറിയാമല്ലോ സുനിലിന്. പിന്നെ വേറൊന്ന്, തീരെ വയ്യ മനുഷ്യൻ, എത്ര നാൾ ജീവിക്കും? ക്യാൻസർ മാറി എന്നാണ് മറ്റേ മാഗസിൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഉല്ലേഖിൻ്റെ ഓപ്പൺ മാസികയിൽ വന്ന് നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണല്ലോ. അപ്പോൾ പക്ഷേ ഞാനൊരു കാര്യം പറയാം, എനിക്ക് പിണറായിനെ തീരെ ഇഷ്ടമല്ല. മാർക്സിസ്റ്റുകാർ ഒട്ടും ഇഷ്ടമല്ല, കമ്മ്യൂണിസ്റ്റുകാർ തീരെ ഇഷ്ടമല്ല എനിക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പിണറായിനെ ചതിച്ചതാണത്. ആര്? മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ തന്നെ. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ MA ബേബിയും തോമസ് ഐസക്കും ബ്രിട്ടാസും കൂടി ചേർന്ന് ചതിച്ചതാണ്. പിണറായിയുടെ സ്വന്തം ആളാണല്ലോ. എന്ന് അഭിനയിക്കാനായിട്ട് അയാളെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. അയാളൊക്കെ പ്രവർത്തിക്കുന്നത് ഹിഡൻ അജണ്ടയുടെ പുറത്താണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഹീ ഈസ് നോട്ട് എ സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ. നമുക്കൊരാളുടെ ബോഡി ലാംഗ്വേജ് TV-യിൽ നമ്മൾ കാണുമ്പോഴറിയാമല്ലോ അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. ആ മുഖം എന്താ പറയുന്നത്, ക്യാമറ കനോട്ട് ചീറ്റ് പീപ്പിൾ എന്നാണ്
ആ, രഘുറായി അടുത്ത കാലത്ത് മരിച്ചുപോയി. നിര്യാതനായ രഘുറായി ഒരാഴ്ച പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ രഘുറായിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നാച്ചുറൽ ഇതാണ് ആർട്ടിഫിഷ്യാലിറ്റി, ഒന്ന് ചിരിച്ചേ അല്ലെങ്കിൽ മുഖം അങ്ങോട്ട് തിരിച്ചേ ഇങ്ങോട്ട് പിടിച്ചെന്ന് പറഞ്ഞിട്ടല്ല, ആ ഒരു മൊമെൻ്റ് അതിലാണ് അവരുടെ ക്യാമറയുടെയും അവരുടെ കലയുടെയും സത്യം എന്ന് പറയുന്നത് അതിനകത്താണ്. ഈ ബേബി ഈസ് നോട്ട് എ ഗുഡ് ക്യാരക്ടർ, തോമസ് ഐസക് ഈസ് നോട്ട് എ ഗുഡ് ക്യാരക്ടർ, ആൻഡ് ബ്രിട്ടാസ് ഈസ് നോട്ട് എ ഗുഡ് ക്യാരക്ടർ. ഇവർ 3 പേരുടെയും കോമൺ ആയിട്ട് പറയും വെളുക്കനെ ചിരിക്കണവരാണ് ഇവർ. വെളുക്കനെ ചിരിക്കണവരെ സൂക്ഷിക്കണം എന്നാണ് മലയാളികൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ട് വരാറുള്ളത്. ഈ കാരണഭൂതൻ എന്നുള്ള വാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബേബിയുടെയും ഇവരുടെയൊക്കെ സംഭാവനയാണ്. ഒരാളെ ഉയർത്തി 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 അങ്ങ് മോളിൽ കൊണ്ടുപോയിട്ട് ടിം എന്ന് പറഞ്ഞ് താഴ്ത്തി കിട്ടിക്കണം. ആ അവസ്ഥയാണ് ഇപ്പോൾ പിണറായി വിജയന്. അത് ആർക്കും ഒരുമാതിരി എല്ലാവർക്കും നരേന്ദ്രമോദി ആവാൻ പറ്റൂല. സിമ്പതി ഉണ്ടോ? സിമ്പതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എപ്പോഴെങ്കിലും വേറെ മോശപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്? അല്ല, ഇതൊക്കെ പറയുന്നത് കേട്ടോ, പിണറായി ചതിച്ചു. പിണറായി ഒരു പാവത്താൻ പൂ പോലത്തെ ഹൃദയമുള്ള എന്ന് ആളല്ലേ? ഞാൻ പറയണില്ല. കാരണം എന്താ പറയണ, അദ്ദേഹം ആരായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഈ അടുത്ത ദിവസം ഞാൻ ഒരു ജനൻ TV കണ്ടു, വാടിക്കൽ രാമകൃഷ്ണനെ മഴ കൊണ്ട് വെട്ടുന്നോ നേരിട്ട് കണ്ടു എന്ന് ഒരു മനുഷ്യൻ വന്ന് പറയുന്നത്. അവരുടെ ഭാര്യയ്ക്ക് ഇന്നും RSSകാരുടെ നേതാവായ ഡോക്ടർ ബാലശങ്കറാണ് ഇത് കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുന്നത്. ഡൽഹിയിലുള്ള മംഗളം ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഒരു സ്കീമുള്ളത്. അത് വെച്ചിട്ട് എന്താ അതിൽ നിന്നും ഫണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ശാസ്താംകോട്ടയാണ് തോന്നുന്നു, DB കോളേജിലെ 3 പരിമല കോളേജിലെ 3 വിദ്യാർത്ഥികളെ കല്ലെറിഞ്ഞ് മുക്കി കൊന്നു. എന്താ പറയണേ, കായലിലോ പുഴയിലോ. അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന നമ്മളെല്ലാവരും വലിയ ആളാന്ന് പറയണ ഈ പറഞ്ഞത് ആ കുട്ടികളുടെ പാൻസിൽ മുഴുവൻ കൈങ്കല്ല് നിറച്ചു വെച്ചിട്ട് മുങ്ങിപ്പോയതാണെന്ന്. കിം കരുണാകരൻ എന്നൊക്കെ പറയുന്ന. യെസ്, അവരുടെ പേരെങ്ങനെ മറക്കാൻ പറ്റും നമുക്ക്? അപ്പൊ അതല്ല, ഇത് പിണറായി പ്രതിപക്ഷ നേതാവായിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു അംഗമായിട്ടോ നിയമസഭയിൽ വരുന്നത് ആലോചിക്കാൻ എനിക്ക് പറ്റില്ല. അത് അദ്ദേഹം രാജിവെക്കുന്നത്, പിണറായി എണീക്കുമ്പോൾ ഇരിയടാ അവിടെ എന്ന് ഭരണപക്ഷം പറയുന്നു ആലോചിച്ചു. അത് വളരെ കഷ്ടമാണ്. കാരണം ജീവിതത്തിന്റെ സായാഹ്നങ്ങൾ എത്തിക്കഴിഞ്ഞു. കൗണ്ട് ഡൗൺ ഹാസ് സ്റ്റാർട്ടഡ്. ഞാനൊക്കെ അങ്ങനെ മരുമകനെ വാഴിക്കാൻ പറ്റിയില്ലല്ലോ. അതൊന്നും നടക്കില്ല. കാരണം അയാൾ അതിനു വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. അയാൾ ആയിക്കൂടിയുള്ളത് പിണറായിയുടെ മോളെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വലിയ എന്താണ് പറയണ വലിയ ആത്മാർപ്പണമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തൊന്നുമില്ല. മന്ത്രിയാകാൻ പറ്റി, മന്ത്രിയായി. ഇപ്പം ഈ മുഖ്യമന്ത്രിയും കൂടി ആവുകയെന്ന് പറയുന്ന കഷ്ടമാണ്. മന്ത്രിയില്ലേ, അത് മതി. അതിനപ്പുറത്തോട്ടേക്ക് പോകാനായിട്ടുള്ള ഇതൊന്നുമില്ല. പിന്നെ ഈ എന്താ മാറ്റം അനിവാര്യമാണല്ലോ രാഷ്ട്രീയത്തിൽ. അല്ല, CPM പിണറായി യുഗം അവസാനിച്ചു. ഇറ്റ് ഈസ് ഓവർ, ഫിനിഷ്ഡ്, ബൈ ബൈ ടാറ്റ, കഥം തീർന്നു. അത് പിണറായി ഇനി അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ, പിണറായിൽ എനിക്കറിയണം വലിയ ഒരു വെറുതെ ആണെന്നും പറയുന്നുണ്ട്. അതെ, ഇതുവരെ അതിന്റെ ഫോട്ടോ ഒന്നും, അതിന്റെ ഫോട്ടോ എടുക്കാൻ പോയവരൊക്കെ പോലീസ് പിടിച്ച് അകത്താക്കിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം പിണറായിൽ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ ഒതുങ്ങിക്കൂടും. പിന്നെ വല്ലപ്പോഴൊക്കെ വിദേശത്ത് UK-യിലോ അതല്ലെങ്കിൽ ദുബായിലോ അബുദാബിയിലോ മകനവിടെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ജീവിതാവസാനം അവരെ തട്ടിമുട്ടാനാണ് സാധ്യത. അപ്പോൾ അത് നമ്മളിനിയും ഹിസ് ലൈഫ് ഈസ് ഓവർ. സാർ, ഒരു ധർമ്മടത്ത് പിണറായി പുറകിൽ പോവുക. പിണറായി പഞ്ചായത്തിലെ 7ാം വാർഡിലോ മറ്റാണ് പിണറായിയുടെ വീടിരിക്കുന്നത്. അവിടെ പോലും പിണറായിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നാണ് ഏഷ്യാനെറ്റ് പറഞ്ഞത്. ഈ ചാനലുകാർ മുഴുവനും കാരണഭൂതൻ തോറ്റു എന്ന് രാവിലെ തൊട്ട് വിളിച്ച് കൂവനുണ്ട്. പക്ഷെ ഇവരൊക്കെ പിണറായിനെ അഭിമുഖം ചെയ്യാനൊക്കെ ആയിട്ട് ചെന്ന് ഇരിക്കണ കണ്ടപ്പോൾ വിനീത ദാസന്മാർ അവര് അപ്പൊ മനസ്സിലായില്ലേ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പം എന്തായിരുന്നു എന്നുള്ളത്. ഈ ഭയം കൊണ്ട് സംശയമുണ്ടോ ആ മനുഷ്യൻ? അത് മാത്രമല്ല, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കൊള്ളണ മറുപടി ആയിരിക്കും. അതൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, മാനേജ് ചെയ്യാൻ അറിയാം. പിന്നെ നല്ല ഹീസ് എ വെരി ഗുഡ് പൊളിറ്റിക്കൽ മാനേജർ. ഈ ലാസ്റ്റ് ഓഫ് ദി ടോപ്പ് കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, കേരളത്തിലെ CPM-ന്റെ ലിക്വിഡേറ്റർ. അത് എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ കോൺഗ്രസിനും ഉണ്ടല്ലോ ലിക്വിഡേറ്റേഴ്സ്, ഡൽഹിയിലും ഒക്കെ ആയിട്ട് കുറേ പേരുണ്ടല്ലോ. അത് അതിന്റെ ഭാഗമാണ്. പ്രധാന ലിക്വിഡേറ്റർ ആൻഡമാനിൽ നിന്ന് ഒമാനിൽ എത്തിയിട്ടുണ്ട്. ആൻഡമാനിൽ നിന്ന് ഒമാനിലെത്തി ഒരു ക്യാപ്പൊക്കെ വെച്ച് ഒരു കണ്ണടയൊക്കെ വെച്ച് നടക്കുന്ന ഫോട്ടോ. ഏതായാലും ഒരു കാര്യമുണ്ട്, 100ാമത്തെ വിജയം അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മറ്റേ അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇത്. പക്ഷെ പിണറായിയുടെ കേസിൽ
അത് വളരെ ഒരു എന്താ പറയണേ, എല്ലാവർക്കും ഒരു മാതൃകയാക്കാവുന്ന ഒരു ഗുണപാഠമാണ് ഈ പിണറായിയുടെ ജീവിതം എന്ന് പറയുന്നത്. അതിന് കുറച്ചുകൂടി ഇത് ധാർഷ്ട്യം എല്ലാം കുറച്ച് തിരുനേനാർ കുറിച്ചൊരു പാട്ടുണ്ടല്ലോ, മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. പിന്നെ വേറൊന്നും കൂടിയുണ്ട്. പിന്നെ പൂന്താനത്തിന്റെ മാളിക മുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ കയറ്റുന്നതും ഭവാൻ. പിണറായിയുടെ തോളി മാറാപ്പൊന്നും കയറ്റൂല, അല്ലേ? കയറൂല. അതിനുള്ളതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാറാപ്പൊക്കെ ആയിട്ടാണല്ലോ ഇറങ്ങണേ. ഓൺലി തിങ് മാറാപ്പ ഹാസ് ഗിവൺ വേ ടു ബിഗ് സ്യൂട്ട് കേസ് ആൻഡ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ബിരിയാണി ചെമ്പൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ. പക്ഷെ ഒരു എന്താ പറയണേ, ജയിക്കേണ്ട ഇത് ഒരു സാധ്യതയായിരുന്നു പിണറായിക്ക്. ഇങ്ങനെ തോൽക്കേണ്ട ഒരു അവസരം ഒരു ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്ത് തെറ്റായിപ്പോയി. കാരണം വാരിക്കോരി കൊടുത്തേച്ചാ പോയത്. പോണ പോക്കിന് പെൻഷനും ബെനിഫിഷ്യലും. പെണ്ണുങ്ങളെ കയറ്റിയത് അയ്യപ്പൻ ക്ഷമിച്ചു, അമ്പലം കൊള്ളയടിച്ചത് അയ്യപ്പൻ ക്ഷമിച്ചില്ല.